മലപ്പുറം അരീക്കോട് യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. പ്രദേശവാസികളും അകന്ന ബന്ധുക്കളുമടക്കം 10ഓളം പേരാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ചത്. പലപ്പോഴായി പീഡനത്തിനിരയായെന്ന് യുവതിയുടെ മൊഴിയുണ്ട്. 3 കേസുകളിലായി കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നു. 2 വർഷം മുൻപാണ് പീഡനം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട്. ഷംസീർ, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ധന്യ, പല സമയങ്ങളിലായി മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് ഈ പരാതിയുടെ ആധാരം. ഇതിൽ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് 2023 ഫെബ്രുവരിയിലാണ്. 1-ാം പ്രതിയായ അകന്ന ബന്ധുവാണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇദ്ദേഹം മഞ്ചേരിയിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തുകയും ശേഷം മറ്റൊരാളുടെ കാറിൽ മറ്റൊരാളെ കൂട്ടി അരീക്കോട് ലോഡ്ജിലെത്തി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് ആദ്യത്തെ കേസിൽ പറയുന്നത്. ഈ സംഭവം കഴിഞ്ഞ് 2ാമത്തെ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് തൊട്ടടുത്ത മാസത്തിലാണ്. 1 മാസം കഴിഞ്ഞാണ്. ഈ സംഭവത്തിൽ മാനന്തവാടിയിൽ എത്തിച്ച് 1ഉം 2ഉം പ്രതികൾ, അതായത് ആദ്യം കൂട്ടബലാത്സംഗം ചെയ്ത ഈ 2 പ്രതികളും മാനന്തവാടിയിൽ ഈ യുവതിയെ എത്തിച്ച് അവിടെ വെച്ച് ലോഡ്ജിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് 2ാമത്തെ ഈ കേസിന് ആസ്പദമായ സംഭവം. 3ാമതും ഈ 1-ാം പ്രതി മറ്റൊരാൾക്കു വേണ്ടി ഈ യുവതിയെ എത്തിച്ചു നൽകിയെന്നാണ് പറയുന്നത്. 3-ാം പടി എന്ന സ്ഥലത്ത് ഈ യുവതി എത്താൻ ആവശ്യപ്പെടുകയും അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരാൾ വന്ന് യുവതിയെ മറ്റൊരു ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പറയുന്നു. ഇങ്ങനെ പല സമയങ്ങളിലായി യുവതിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ആദ്യത്തെ സംഭവത്തിൽ വിനോദയാത്ര പോകാമെന്ന് പറഞ്ഞാണ് യുവതിയെ മഞ്ചേരിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് യുവതിയെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തമാകുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പ്രലോഭനം ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. 2 വർഷം മുൻപ് നടന്ന പരാതിയാണ് ഇപ്പോൾ സംഭവമാണ്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് മാത്രമാണ് ഈ യുവതിയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊണ്ടോട്ടി ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത്. കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് 2 മാസമായി യുവതി കഴിയുന്നത്. അവിടെ എത്തി പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെ കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഒരു കൃത്യത ഈ കാര്യത്തിൽ ഉണ്ടായ ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ധന്യ. ശരി ഷംസീർ.